ബാംഗ്ലൂരിൽ വന്ന പിന്നെ സത്യം പറഞ്ഞാൽ ഒരു സൺറൈസ് കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് ഒറ്റ മൈൻഡിൽ ഒരു സൺറൈസ് കാണാൻ പോവുകയാണ്. വേറെ എങ്ങോട്ടല്ല, നന്ദി ഹിൽസിലേക്കാണ്. നമുക്ക് പിന്നെ ചായ വീക്ക്നെസ് ആയതുകൊണ്ട് വെള്ളം കുടിച്ചില്ലെങ്കിലും ചായ കുടിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരു മാഗി കഴിച്ച് യാത്ര തുടർന്ന് അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് 5:30 തുറക്കുള്ളൂ എന്ന്. അവിടെ പിന്നെ കുറച്ച് നേരം കുറച്ച് ഡാൻസൊക്കെ പരിപാടിയൊക്കെ കണ്ടു നിന്ന്. വീക്കെൻഡിൽ പോയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചെക്ക് പോസ്റ്റ് തുറന്ന്. വലിയ ഹെയർ പിന്നൊന്നും ഇല്ലെങ്കിലും നല്ല കോടയും നല്ല റോഡും ആയിരുന്നു. അങ്ങനെ നമ്മൾ നന്ദി ഹിൽസ് എത്തി. ആഴ്ചയിൽ 2 ദിവസത്തിന് വേണ്ടിയിട്ട് 5 ദിവസം പണി എടുക്കണം. നമുക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് നല്ലതാണ്. അത്യാവശ്യം നല്ല കോട ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോടമഞ്ഞ് ആസ്വദിക്കാനല്ലല്ലോ വന്നേക്കണ്, സൺറൈസ് അല്ലേ. ആദ്യമായിട്ട് പോണതുകൊണ്ട് ഓരോ കാഴ്ചകളും നമ്മളെ എക്സൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. നേരം വെളുത്തപ്പോൾ പിന്നെ സൺറൈസ് കാണാനുള്ള സ്പോട്ടിലേക്ക് പോവുകയാണ്. സൂര്യനെ കാണാൻ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിലും സൂര്യൻ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ സൂര്യൻ വന്ന്. എൻ്റെ മോനെ, ഇതാണ് അവിടുത്തെ സീന്. നിങ്ങൾ ഒരിക്കലെങ്കിലും ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ നന്ദി ഹിൽസ് മസ്റ്റായിട്ടും വരണം. ഇതാ ഈ ഒരു സീനിന് വേണ്ടി. നമ്മൾ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കണ്ടു വന്നതാണ്. പക്ഷെ നമുക്ക് ഭാഗ്യമുണ്ടായി. ഇതാ കണ്ടില്ലേ ക്ലൗഡ് ബെഡ്സൊക്കെ. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് നമ്മൾ പിന്നെ നടക്കാൻ തുടങ്ങി. നന്ദി ഹിൽസ് അത്യാവശ്യം ഒരു വൈഡ് ഏരിയയാണ്. നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് നടന്ന് എല്ലാം കണ്ടു വരാം. എനിക്ക് ഈ ഫ്രെയിം നല്ല ഇഷ്ടമായപ്പോൾ കുറച്ച് നേരം ഞാൻ അതൊക്കെ നോക്കി നിന്നു. ഇതാണ് നന്ദി ഹിൽസിൽ നിന്ന് താഴേക്കുള്ള വ്യൂ. എന്ത് രസമല്ലേ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ നന്ദി ഹിൽസ് ഒരു മസ്റ്റ് വാച്ച് പ്ലേസ് തന്നെയാണ്. എല്ലാവരും ബാംഗ്ലൂരിൽ വരുമ്പോൾ വരാൻ നോക്കുക. ഒരു സൺറൈസൊക്കെ കണ്ട് അടിപൊളിയായി ഹാപ്പി ആയിട്ട് ഡേ അവസാനിപ്പിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.